മറുവശത്ത് പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും കടുമിരുട്ടിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ, ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ നരകയാതന അനുഭവിക്കുന്ന ഒരു ജനത. എന്നാൽ മറുവശത്താകട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ മഹാശക്തികളെ പോലും വിരൽ തുമ്പിൽ നിർത്തി ഭയപ്പെടുത്തുന്ന അത്യാധുനിക ആണവായുധങ്ങളും ഭൂഖണ്ഡാന്തര മിസൈലുകളും നിർമ്മിച്ചു കൂട്ടുന്ന ഒരു ഭരണാധികാരി. അതാണ് കിം ജോങ് ഉൻ. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് കിം ജോങ് ഉന്നിന്റെ ഉത്തര കൊറിയയെ കുറിച്ചാണ്. നമുക്കറിയാം, ലോകരാജ്യങ്ങൾ മുഴുവൻ ഒത്തുചേർന്ന് ഉത്തര കൊറിയയ്ക്ക് മേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം. അതായത് എല്ലാ രാജ്യങ്ങളും ഭയപ്പെടുന്നുണ്ട് ഉത്തര കൊറിയയെ. അവർക്ക് മറ്റ് രാജ്യങ്ങളുമായി സാധാരണ രീതിയിൽ കച്ചവടം നടത്താൻ കഴിയില്ല, ബാങ്കിങ് ഇടപാടുകൾ നടത്താനും സാധിക്കില്ല. എന്തിന്, വിദേശത്ത് നിന്ന് ആവശ്യ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനും പോലും അവർക്ക് അനുവാദമില്ല. എന്നിട്ടും എവിടെ നിന്നാണ് കിമ്മിന് ഈ ആയുധങ്ങൾ ഉണ്ടാക്കാനും തന്റെ ആഡംബര ജീവിതം നയിക്കാനും കോടാനുകോടി രൂപ ലഭിക്കുന്നത്? അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് കിം ജോങ് ഉൻ നടത്തുന്ന ആ രഹസ്യ സാമ്രാജ്യത്തിന്റെ ഞെട്ടിക്കുന്ന കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ലോകത്തെ വിറയ്ക്കുന്ന കിമ്മിന്റെ ഏറ്റവും മാരകമായ ആയുധം ബോംബുകളല്ല, മറിച്ച് ഡിജിറ്റൽ ലോകത്തെ ഒരു കൂട്ടം നിഴൽ മനുഷ്യരാണ്. അതാണ് ഉത്തര കൊറിയയുടെ സൈബർ ആർമി. അവരെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ് ഞാൻ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ കൊള്ളയുടെ കഥ കൂടിയാണ്. ആദ്യം നമുക്ക് ഉത്തര കൊറിയയുടെ ഇന്നത്തെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം. വികസനത്തിന്റെ കാര്യത്തിൽ ലോകം 21ാം നൂറ്റാണ്ടിന്റെ അറ്റത്ത് നിൽക്കുമ്പോഴും ഉത്തര കൊറിയ ഇന്ന് ജീവിക്കുന്നത് മധ്യകാലഘട്ടത്തിലാണ് കേട്ടോ. കൊടും വരൾച്ചയും ഭരണകൂടത്തിന്റെ പരാജയപ്പെട്ട സാമ്പത്തിക നയങ്ങളും കാരണം പട്ടിണി അവിടെ ഒരു നിത്യ സംഭവമാണ്. ഒരു രാജ്യത്തിന്റെ 3/4% ആളുകളും ജീവിക്കുന്നത് പട്ടിണിയിലാണ്. ആവശ്യത്തിന് മരുന്നുകൾ, അടിസ്ഥാന സൗകര്യങ്ങളോ ജനങ്ങൾക്കില്ല. രാത്രി കാലങ്ങളിൽ എടുത്ത ഭൂമിയുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ നോക്കിയാൽ തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ദക്ഷിണ കൊറിയയും ചൈനയും വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുമ്പോൾ അവരുടെ നടുവിലുള്ള ഉത്തര കൊറിയ എന്ന പ്രദേശം മാത്രം കരിനിഴലിൽ മൂടിക്കിടക്കുകയായിരുന്നു. അവിടെ ഇരുട്ടാണ്. അവിടുത്തെ ജനങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെ. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കാൻ വൈദ്യുതി പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. പക്ഷെ ആ രാജ്യത്തിന്റെ ഭരണാധികാരി ജീവിക്കുന്നതോ? ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോഴും കിം ജോങ് ഉന്നിന്റെ ശ്രദ്ധ മുഴുവൻ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ തന്നെയാണ്. ആയുധങ്ങൾ കൂടി ഇല്ലെങ്കിൽ താൻ ഭരണത്തിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് അറിയാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉത്തര കൊറിയ നടത്തിയ മിസൈൽ പരീക്ഷണങ്ങളുടെ എണ്ണം നോക്കിയാൽ നമ്മൾ വല്ലാതെ ഞെട്ടിപ്പോകും. ഓരോ മിസൈൽ വിക്ഷേപിക്കുമ്പോഴും കോടിക്കണക്കിന് ഡോളറാണ് പുകയായിട്ട് മാറി അന്തരീക്ഷത്തിൽ ലയിക്കുന്നത് കേട്ടോ. സ്വന്തമായി വലിയ വ്യവസായങ്ങളോ വിദേശ നാണയ ശേഖരമോ ഇല്ലാത്ത ഒരു രാജ്യം എങ്ങനെയാണ് ഈ വൻ തുക കണ്ടെത്തുന്നത്? അവിടെയാണ് കിമ്മിന്റെ ഭൂഗർഭ സാമ്പത്തിക ലോകം ആരംഭിക്കുന്നത്. ഉത്തര കൊറിയയുടെ വരുമാന സ്രോതസ്സുകൾ അന്വേഷിച്ചു പോയാൽ നമ്മൾ ചെന്നെത്തുക അന്താരാഷ്ട്ര അധോലോകത്തിന്റെ മുന്നിലാണ്. ഇതിനായി കിം ജോങ് ഉൻ നേരിട്ട് നടത്തുന്ന ഒരു അതീവ രഹസ്യ വിഭാഗമുണ്ട്. അതിന്റെ പേരാണ് റൂം 39 അല്ലെങ്കിൽ ഓഫീസ് 39. ലോകം നിരോധിച്ച മാരകായുധങ്ങളും മയക്കുമരുന്നുകളും വിദേശ രാജ്യങ്ങളിലേക്ക് കള്ളക്കടത്ത് നടത്തുന്നത് ഈ വിഭാഗമാണ്. സൂപ്പർ നോട്ട് എന്ന് വിളിക്കുന്ന അമേരിക്കൻ ഡോളറിന്റെ ഏറ്റവും കൃത്യതയാർന്ന വ്യാജ നോട്ടുകൾ അച്ചടിക്കുന്നത് ഉത്തര കൊറിയൻ സർക്കാർ നേരിട്ടാണ് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രത്തോളം വലിയ ശൃംഖലയാണ് ഇതെന്ന്. യഥാർത്ഥ നോട്ടുകളെ പോലും വെല്ലുന്ന സാങ്കേതിക വിദ്യയാണ് ഇതിനായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് പോലും. ഇത് കൂടാതെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് നിയമവിരുദ്ധമായ ആയുധങ്ങൾ വിറ്റും വന്യമൃഗങ്ങളുടെ കൊമ്പുകളും സ്വർണവും കടത്തിയും അവർ കൃത്യമായിട്ട് പണം ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ ലക്ഷക്കണക്കിന് ഉത്തര കൊറിയൻ തൊഴിലാളികളെ റഷ്യയിലും ചൈനയിലും അടിമ പണിക്കയച്ച് അവരുടെ ശമ്പളം മുഴുവൻ കിമ്മിന്റെ ഖജനാവിലേക്ക് നേരിട്ട് എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതുകൊണ്ടൊന്നും കിമ്മിന്റെ ആണവ മോഹങ്ങൾക്ക് ആവശ്യമായ തുക തികയുമായിരുന്നില്ല. ആഡംബര ജീവിതത്തിന് ഇതൊക്കെ മതിയായിരിക്കും, പക്ഷെ ആണവ മോഹം അതിലും കൂടുതൽ പണം ആവശ്യമുള്ളതാണ്. അങ്ങനെയാണ് 21ാം നൂറ്റാണ്ടിൽ കിം തന്റെ ഏറ്റവും പുതിയ, ഏറ്റവും മാരകമായ ആയുധം പുറത്തെടുത്തിരിക്കുന്നത്. അതാണ് ഡിജിറ്റൽ കൊള്ള. ഇന്ന് ലോകത്തിലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ഹാക്കിംഗ് ഗ്രൂപ്പുകളിൽ ഒന്നാണ് ലാസറസ് ഗ്രൂപ്പ്. ഇതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് വെറും ഒരു ഹാക്കർമാരുടെ കൂട്ടമൊന്നുമല്ല കേട്ടോ. ഉത്തര കൊറിയൻ സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഔദ്യോഗിക സൈബർ സൈന്യമാണ് ഇവർ. ഈ ഹാക്കർമാർ ജനിക്കുന്നത് സാധാരണ സാഹചര്യങ്ങളിലുമല്ല. ഉത്തര കൊറിയയിലെ ഏറ്റവും മിടുക്കരായ കുട്ടികളെ ചെറുപ്പകാലത്ത് തന്നെ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഒരു പ്രത്യേക പരിശീലനം നൽകുകയാണ്. ബ്യൂറോ 121 എന്നറിയപ്പെടുന്ന അതീവ രഹസ്യ സൈബർ വിഭാഗത്തിന്റെ കീഴിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഉത്തര കൊറിയയിൽ ഇന്റർനെറ്റ് സൗകര്യം വളരെ പരിമിതമായതുകൊണ്ട് തന്നെ ഇവരെ ചൈന, റഷ്യ, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ രഹസ്യമായിട്ട് അയച്ചുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ഹാക്കിംഗ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്.
ഈ ലാസറസ് ഗ്രൂപ്പ് ലോകത്തെ ഞെട്ടിച്ച ചില പ്രധാന ഓപ്പറേഷനുകൾ കേട്ടാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും. ഒന്നാമത്തേത് 2014 നടന്ന സോണി പിക്ചേഴ്സ് ഹാക്കിംഗ് ആണ്. കിം ജോങ് ഉന്നിനെ പരിഹസിക്കുന്ന ദി ഇന്റർവ്യൂ എന്ന സിനിമ ഹോളിവുഡ് കമ്പനിയായ സോണി പിക്ചേഴ്സ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഇതിന് പ്രതികാരമായി ലാസറസ് ഗ്രൂപ്പ് സോണിയുടെ മുഴുവൻ കമ്പ്യൂട്ടർ സിസ്റ്റവും ഹാക്ക് ചെയ്യുകയും റിലീസ് ചെയ്യാത്ത സിനിമകളും ജീവനക്കാരുടെ രഹസ്യ വിവരങ്ങളും ഇന്റർനെറ്റിൽ ചോർത്തുകയും ചെയ്തു. ഒടുവിൽ ആ സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യില്ല എന്ന് സോണിക്ക് പരസ്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥയിലെത്തി കാര്യങ്ങൾ. ഒരു വൻകിട അമേരിക്കൻ കമ്പനിയെ ഒരു രാജ്യം സൈബർ ആക്രമണത്തിലൂടെ മുട്ടുകുത്തിച്ച നിമിഷമായിരുന്നു അന്ന്. രണ്ടാമത്തെ പ്രധാന സംഭവം നടക്കുന്നത് 2016 2016 നടന്ന ബംഗ്ലാദേശ് ബാങ്ക് കൊള്ളയാണത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയായിരുന്നു അത്. അമേരിക്കയിലെ ഫെഡറൽ റിസർവ് ബാങ്കിൽ സൂക്ഷിച്ചിരുന്ന ബംഗ്ലാദേശ് സെൻട്രൽ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് ഏകദേശം $101 മില്യൺ ആണ് ഇവർ ഹാക്ക് ചെയ്ത് കടത്തിയത്. $101 കേട്ടോ. പണം കൈമാറാൻ ഉപയോഗിച്ച ഒരു മെസ്സേജിലെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റില്ലായിരുന്നുവെങ്കിൽ $1 ബില്യൺ അതായത് 8000 കോടിയിലധികം രൂപ അവർ ഒറ്റ രാത്രി കൊണ്ട് തട്ടിയെടുക്കുമായിരുന്നു. ആ തുക മുഴുവൻ പോയത് ഫിലിപ്പൈൻസിലെ ചൂതാട്ട കേന്ദ്രങ്ങളിലേക്കാണ് എന്നതും ശ്രദ്ധേയമാണ്. അവിടെ വെച്ച് ആ പണം വെളുപ്പിച്ച് അവർ ഉത്തര കൊറിയയിലേക്ക് കടത്തുകയാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ നടക്കുന്നത് 2017 2017 വാന ക്രൈം റാൻസ്ഫെയർ ആക്രമണമാണത്. ലോകമെമ്പാടുമുള്ള 100-ലധികം രാജ്യങ്ങളിലെ 1.5 ലക്ഷത്തിലധികം കമ്പ്യൂട്ടറുകളെയാണ് ഈ ഒരൊറ്റ ഡിജിറ്റൽ വൈറസ് ബാധിച്ചത്. ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസ് പൂർണ്ണമായും സ്തംഭിച്ചുപോയി. രോഗികളുടെ വിവരങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകളുടെ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ട ഒരവസ്ഥയിലെത്തി കാര്യങ്ങൾ. കമ്പ്യൂട്ടറുകൾ വീണ്ടും പ്രവർത്തിപ്പിക്കണമെങ്കിൽ ബിറ്റ്കോയിൻ രൂപത്തിൽ പണം നൽകണമെന്നായിരുന്നു ഹാക്കർമാരുടെ ഭീഷണി. ലോകത്തെ മുഴുവൻ ഒരൊറ്റ ദിവസം കൊണ്ട് ഭയത്തിന്റെ നിഴലിലാക്കാൻ കിമ്മിന്റെ ഹാക്കർമാർക്ക് അനായാസം സാധിച്ചു. എന്നാൽ ബാങ്കുകളെ ഹാക്ക് ചെയ്യുന്നത് കഠിനമായതോടെ ഉത്തര കൊറിയ തങ്ങളുടെ ഏറ്റവും പുതിയ ലക്ഷ്യം കണ്ടെത്തുകയാണ്. അതാണ് ക്രിപ്റ്റോ കറൻസി. പരമ്പരാഗത ബാങ്കിംഗ് സിസ്റ്റം പോലെയല്ല ക്രിപ്റ്റോ കറൻസി. ഇവിടെ പണം എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടെത്തുകയോ അത് തിരിച്ചു പിടിക്കുകയോ ചെയ്യുക എന്നത് ഏതാണ്ട് അസാധ്യമായ കാര്യവുമാണ്. അതിനു പിറകെ ആരും നടക്കാനും പോകുന്നില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലോകത്തെ പ്രമുഖ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളറിന്റെ ക്രിപ്റ്റോ ആസ്തികളാണ് ഉത്തര കൊറിയൻ ഹാക്കർമാർ മോഷ്ടിച്ചെടുത്തത്. ഇതിൽ ഏറ്റവും പ്രശസ്തമായത് റോണിൻ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്ത $600 മില്യൺ തട്ടിയെടുത്ത സംഭവമാണ്. സൈബർ സുരക്ഷാ ഏജൻസികളുടെ കണക്കനുസരിച്ച് ഉത്തര കൊറിയയുടെ മിസൈൽ പ്രോഗ്രാമുകൾക്ക് ആവശ്യമായ തുകയുടെ പകുതിയിലധികം വരുന്നത് ഈ ക്രിപ്റ്റോ കൊള്ളയിലൂടെ തന്നെയാണ്. അതായത് സുഹൃത്തുക്കളെ, ഇതിന്റെ ഭീകരത ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിന്റെ ഏതോ ഒരു കോണിലിരുന്ന് ചൈനയിലെ ഒളിത്താവളത്തിലിരുന്ന് ഒരു ഉത്തര കൊറിയൻ ഹാക്കർ നടത്തുന്ന ഒരൊറ്റ മൗസ് ക്ലിക്ക് പട്ടിണിയിലായ ഉത്തര കൊറിയയിൽ ചെന്ന് വലിയൊരു ആണവ മിസൈലായിട്ട് രൂപം കൊള്ളുകയാണ്. ഇതാണ് കിം ജോങ് ഉന്നിന്റെ അതിജീവന തന്ത്രം പോലും. ഒരു രാജ്യത്തെ ജനങ്ങളിൽ അധികവും, അതായത് ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിലും ഭയത്തിലും കഴിയുമ്പോൾ ആ രാജ്യത്തിന്റെ ഭരണാധികാരി ലോകത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്താൻ ഡിജിറ്റൽ കൊള്ളക്കാരുടെ ഒരു സൈന്യത്തെയാണ് വളർത്തിയെടുക്കുന്നത്. അമേരിക്കയോ നാറ്റോയോ പോലെയുള്ള വൻ ശക്തികൾക്ക് പോലും ഈ സൈബർ ആക്രമണങ്ങളെ പൂർണ്ണമായും തടയാൻ കഴിയുന്നില്ല എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കിമ്മിന്റെ ഈ സൈന്യത്തെ ലോകത്തെല്ലാവർക്കും ഭയമാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഒരു രാജ്യം വിനാശകരമായി ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഉത്തര കൊറിയ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, വെറും ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള ഒരു കമ്പ്യൂട്ടർ കൊണ്ടുപോലും ലോക സുരക്ഷയെ തകിടം മറയ്ക്കാമെന്ന് കിം ജോങ് ഉൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉത്തര കൊറിയയുടെ ഈ നിഴൽ യുദ്ധത്തെക്കുറിച്ച്, അവരുടെ ഈ ഡിജിറ്റൽ കൊള്ളയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തായാലും താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കിമ്മിന്റെ ഇത്തരം കാര്യങ്ങൾ, അതായത് കിമ്മിനെ കുറിച്ചുള്ള ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ എന്തായാലും പുതിയ വീഡിയോസും പുതിയ അറിവുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ.